ശരിക്കും സിനിമ തന്നെയായിരുന്നു ആഗ്രഹം ചെറുപ്പം മുതലേ? അങ്ങനെ ഇപ്പൊ സിനിമയുടെ പുറത്ത് നിൽക്കുന്ന ഒരാൾക്ക് എന്ന് വെച്ചാൽ ഇപ്പൊ ഫാമിലിയിൽ ആരും ഇല്ല, അങ്ങനെയുള്ളവർക്ക് സിനിമ ഒരു എന്താ പറയാ, ഒരു ഡെഫിനറ്റ് ഡ്രീം എന്നൊന്നും പറയാൻ പറ്റില്ല. എല്ലാവർക്കും സിനിമ ചെയ്യാൻ ഇഷ്ടമാണ്. ഇപ്പൊ നമ്മൾ സ്പോർട്സ് ഒക്കെ കാണുമ്പോൾ വിചാരിക്കില്ലോ ഇതേപോലെ ക്രിക്കറ്റ് കളിക്കാൻ പറ്റിയിരുന്നു, അങ്ങനെയൊക്കെ വിചാരിക്കുന്ന പോലെ വിചാരിക്കാന്നല്ലാതെ നമുക്ക് അറിയില്ലല്ലോ സിനിമ ശരിക്കും നമുക്ക് കിട്ടുമോ ഇല്ല. ഫാമിലിയിൽ അങ്ങനെ ആരും ഫിലിം ഫീൽഡിലൊന്നും ഇല്ല. ഇങ്ങനെ ഒരു ചാൻസ് കിട്ടിയപ്പോൾ വന്നു, പിന്നെ അതിന് ഡ്രീം അങ്ങനെയായി. മാനസ ശരിക്കും അബ്രോഡ് ആയിരുന്നല്ലേ? ചെറുതിലെ ഞങ്ങള് ദുബായില് അവിടെയായിരുന്നു. പിന്നെ അവിടുന്ന് ഇങ്ങോട്ട് എപ്പോഴാ പോകുന്നത്? 10th കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഞങ്ങൾ വന്നത്. അവിടെ വന്നു. ഇപ്പൊ ഇവിടെ കൊച്ചിയിൽ എത്ര കാലമായി? ഇപ്പൊ കൊച്ചിയില് 2014 മുതല്. 14 മുതല് ഇവിടെ. 10 years. അപ്പൊ എന്താ അവിടുന്ന്, അതായത് അവിടെ പഠിച്ചതൊക്കെ അവിടെ തന്നെയല്ലേ? 10th വരെ ഞാൻ അവിടെ ആയിരുന്നു. പെട്ടെന്ന് എന്താ അവിടുന്ന് ഇങ്ങോട്ട് വരണം? എനിക്ക് മെഡിസിന് പോകണമെന്നായിരുന്നു ആഗ്രഹം. അപ്പൊ പിന്നെ ഇവിടെ വന്ന് 11th 12th പിന്നെ കോച്ചിങ് ഒക്കെ ചെയ്താലാണല്ലോ പറ്റും, അങ്ങനെയൊക്കെ വെച്ചിട്ടാണ് വന്നത്. പക്ഷെ നമ്മൾ ദുബായിലെ സ്റ്റഡീസും നമ്മുടെ നാട്ടിലെ സ്റ്റഡീസും നല്ല ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ അവിടുത്തെ ഫ്രണ്ട്സ് അറ്റ്മോസ്ഫിയർ ഒക്കെ വിട്ട് പെട്ടെന്ന് ഇങ്ങോട്ട് വന്നപ്പോൾ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ലേ? അങ്ങനെ ചോദിച്ചാൽ അല്ല, ഫ്രണ്ട്സ് ആരും ഇവിടെ ഉണ്ടായിരുന്നില്ലല്ലോ. ഫ്രണ്ട്സ് ആരും ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ CBSE തന്നെ അവിടെയും പഠിച്ചത്. പിന്നെ ഇങ്ങനെ ചോദിക്കുമ്പോഴാണ് ഞാൻ ഓർക്കുന്നത് ശരിയാണല്ലോ എന്തൊക്കെ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് അല്ലാതെ എവിഡന്റ്ലി അങ്ങനെ ഭയങ്കര ചേഞ്ചസ് തോന്നിയില്ല, ഉണ്ടായിരുന്നില്ല, കുഴപ്പമില്ലായിരുന്നു. അപ്പൊ ഇവിടെ വന്നിട്ട് ദുബായ് ലൈഫ് മിസ് ചെയ്യുന്നൊന്നുമില്ല? അതുണ്ട്. പക്ഷെ ഞങ്ങൾ വന്ന സമയമാണ് ലുലു ഇവിടെ വന്നത്. എന്ന് വെച്ചാൽ 2014 ആ സമയത്താണ് ലുലു ഓപ്പൺ ആയി തുടങ്ങി. അപ്പൊ പിന്നെ ഞങ്ങൾക്ക് അതൊരു ഭയങ്കര ഇതായിരുന്നു. അവിടുന്ന് ലുലു ഷോപ്പിങ്ങിന് അത് തൊട്ടടുത്തല്ലേ. അപ്പൊ പിന്നെ അപ്പൊ ഞാൻ ചോദിക്കട്ടെ, കൊച്ചിയാണോ ദുബായ് ആണോ നല്ലത്? ഇപ്പൊ ഞാൻ കൊച്ചിന്ന് പറയും. അപ്പൊ ദുബായ് ഇല്ല? ഇപ്പൊ ഞാൻ കൊച്ചിയിൽ ഇപ്പൊ 10 years മുകളിലായിരുന്നു. എനിക്ക് കൊച്ചി ഇഷ്ടം. അപ്പൊ ലേറ്റസ്റ്റ് മൂവി എന്ന് പറയുന്നത് വ്യൂഹാണ്, തെലുങ്ക് മൂവി. ഓക്കെ, വൺ ഓഫ് ദ മോസ്റ്റ് ബ്രില്യന്റ് ഡയറക്ടർ രാം ഗോപാൽ വർമ്മയ്ക്കൊപ്പം അല്ലേ? എങ്ങനെ ഉണ്ടായിരുന്നു RGVക്കൊപ്പം ഉള്ള വർക്ക് എക്സ്പീരിയൻസ് ഒക്കെ? എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ എന്താ, ഇപ്പൊ എല്ലാവർക്കും അറിയാലോ പുള്ളിയുടെ ഒരു സോഷ്യൽ മീഡിയ ഇമേജ് ഇപ്പൊ കറന്റ്ലി എങ്ങനെയാണ്. അപ്പൊ ഞങ്ങക്ക് കോൾ വന്നപ്പോ തന്നെ എക്സൈറ്റ്മെന്റിന്റെ ഒപ്പം തന്നെ ഞങ്ങൾക്കൊരു പേടിയുണ്ടായിരുന്നു. അപ്പൊ അമ്മയ്ക്കായാലും എടാ ഇനിയിപ്പോ വല്ല മീറ്റിംഗ് എന്നൊക്കെ പറഞ്ഞ് നിന്നെ ഒറ്റയ്ക്ക് വിളിക്കും എന്നൊക്കെ ചോദിച്ചപ്പോ അമ്മ ഇങ്ങനെ ഒരേ പാനിക്കായിരുന്നു. അപ്പൊ നമ്മളിങ്ങനെ എന്താണെന്ന് അറിയില്ലല്ലോ, നമുക്ക് ആകെ ഇപ്പൊ സാറിനായാലും മീഡിയയിൽ മാത്രമേ പിന്നെ പുള്ളിയുടെ മൂവീസ് മാത്രമല്ലേ അറിയുള്ളൂ. പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് ശരിക്കും ഇത്രയും സേഫ് ആയിട്ട് ഇങ്ങനെ എന്താ ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല, ഒട്ടുമല്ല. ഭയങ്കര സ്വീറ്റ് ആണ്. അപ്പം എല്ലാ ആക്ടേഴ്സിന്റെ ആ സെറ്റിലുള്ള എല്ലാ ആക്ടേഴ്സിന്റെ ഇഷ്ടത്തിനനുസരിച്ച് ഇപ്പൊ നമ്മളൊരു കപ്പ് പറയണ, അയ്യോ ഈ കപ്പ് എനിക്ക് ഷോട്ടിന് ശരിയാവുന്നില്ല എന്ന് പറഞ്ഞാൽ അപ്പം ഇല്ല മാറ്റി വേറെ കൊടുക്ക്. അങ്ങനെ അപ്പം ഒരു ഇതും ഇല്ലാതെ എന്താ ഒട്ടും ഡിസ്കംഫർട്ട് വരുത്തരുത് എന്ന് നിർബന്ധമുള്ള ഒരു ഡയറക്ടറായിരുന്നു. അപ്പൊ എനിക്ക് ഭയങ്കര ഇതായി പോയി. എന്നുവെച്ചാൽ നമ്മൾ എക്സ്പെക്ട് ചെയ്ത പോലത്തെ ഒരു ഇതേ അല്ലല്ലോ, പുറത്തുള്ള ഇമേജ് അല്ല. ഈ പറഞ്ഞ പോലെ എനിക്ക് തോന്നുന്നു കോൺട്രവേഴ്ഷ്യൽ ഡയറക്ടർ എന്നൊക്കെയാണ് ആളെ പറയുന്നത്. അപ്പോൾ ഈ ഒരു ഫിലിമിൽ അഭിനയിക്കാന്ന് പറഞ്ഞപ്പോൾ ആരെങ്കിലും ഇങ്ങനെ പറഞ്ഞിരുന്നു അയ്യോ ഇങ്ങനത്തെ ഒരാളാണ്, ഇങ്ങനെ എന്തെങ്കിലും പറഞ്ഞിരുന്നു? എനിക്ക് തോന്നുന്നു ഇപ്പം ഇൻഡസ്ട്രിയിലുള്ള ഫ്രണ്ട്സിനാണെങ്കിൽ അവര് ഫസ്റ്റ് റിയാക്ഷൻ എന്ന് വെച്ചാൽ അവരെല്ലാവരും എക്സൈറ്റഡ് ആയിരുന്നു. കാരണം പുള്ളിയുടെ ഒരു ഫിൽമോഗ്രഫി വെച്ചിട്ട് അതിനെപ്പറ്റി നേരത്തെ ചെയ്ത വർക്ക് വെച്ചു. എന്നിട്ട് പിന്നെ ഇങ്ങനെ കുറെ എന്താ പറയുക അറിയാലോ അതൊക്കെ പറ്റി. പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ഇടുമ്പോഴാണ് ഏറ്റവും കോമഡി. ലൊക്കേഷനിലെ വീഡിയോ, ഒരു ബർത്ത്ഡേ സെലിബ്രേഷൻ വീഡിയോ, അത് ഭയങ്കര വൈറലായിരുന്നല്ലേ? ശരിക്കും അതിൽ എന്താ സംഭവിച്ചത്? കേക്ക് കട്ട് ചെയ്യുമ്പോ ഞാൻ എന്ന് വെച്ചാൽ അന്ന് എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു രാവിലെ. അപ്പോൾ സാറിന്റെ തന്നെ ഒരു ബിൽഡിങ്ങിലാണ് ഈ സ്റ്റുഡിയോ ഒക്കെ ഉണ്ടായിരുന്നത്. ഞങ്ങൾ ഗ്രീൻ മാറ്റ് ഇട്ടിട്ടുള്ള ഒരു സാധനമാണ് എടുത്തോണ്ടിരുന്നത്, സോങ് കട്ട് പോലെ ഒന്നും. അപ്പൊ ഞാനെന്നിട്ട് ഇവരെന്റെ ബർത്ത്ഡേ ഒക്കെ സെലിബ്രേറ്റ് ചെയ്യുമോ എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാനിങ്ങനെ ഒന്നും പ്രതീക്ഷിക്കുന്നില്ല. അപ്പോഴല്ലേ വിഷമം വരുള്ളൂ നമുക്ക്, അവർ വിഷ് ചെയ്തില്ല എന്നൊക്കെ. അപ്പൊ ഞാൻ കയറി ചെന്നപ്പോ തന്നെ ഇങ്ങനെ ടീമിലുള്ളവരൊക്കെ ഹാപ്പി ബർത്ത്ഡേ എന്നൊക്കെ പറഞ്ഞു. അപ്പൊ എനിക്കൊരു ചെറിയ പ്രതീക്ഷ വന്നു തുടങ്ങി, എങ്ങാനും എന്തായാലും സെലിബ്രേറ്റ് ചെയ്താലും ചെറിയ കേക്കെങ്കിലൊക്കെ വെച്ച് സെലിബ്രേറ്റ് ചെയ്താലോ. പക്ഷെ പിന്നെ അനക്കൊന്നുമില്ല. ഉച്ചയായപ്പോ ആരും കാണാനില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു തീർന്നു എന്ന് വെച്ചാൽ എന്തായാലും ഉച്ചയ്ക്ക് ലഞ്ച് ബ്രേക്കിനല്ലേ ചിലപ്പോൾ കട്ട് ചെയ്യുള്ളായിരിക്കും. അപ്പൊ ആരെയും കാണാനില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു വെറുതെ ആഗ്രഹിക്കണ്ട പറഞ്ഞിട്ട് ഞാൻ കഴിക്കാനൊക്കെ പോയി. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു സാറ് ഗ്രൗണ്ട് ഫ്ലോറിലുണ്ട്, അങ്ങോട്ടേക്ക് ചെല്ലാൻ പറഞ്ഞു. അപ്പൊ ഞാൻ വിചാരിച്ചു എന്തായിരിക്കും എന്ന് പറഞ്ഞാൽ പോയപ്പോഴത്തേക്ക് എല്ലാവരും അവിടെ നിൽക്കുന്നു. എന്നിട്ട് വലിയൊരു കേക്കൊക്കെ, എന്നിട്ട് അതിനകത്ത് ഹാപ്പി ബർത്ത്ഡേ ടു ആർ ഡിയർ ഭാരതി, അതായിരുന്നു എൻ്റെ ക്യാരക്ടറിന്റെ പേര്. അപ്പൊ അതൊക്കെ കണ്ടപ്പോൾ ഞാൻ ഭയങ്കര എന്താ സെന്റിയായി. പിന്നെയാണ് ആ വീഡിയോ
എടുത്തത്. അതിൽ ആ കേക്ക് കിട്ടിയതില്ലേ, നമ്മള് മാനസ തന്നെയല്ലേ അത് പോസ്റ്റ് ചെയ്തത്. അപ്പൊ അതിന്റെ താഴെ കമന്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു, ബി കെയർഫുൾ മാം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്, എന്താണ് ഇങ്ങനെ ചെയ്യുന്നത്, ഇങ്ങനെയാണോ കേക്ക് കട്ടിയാന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ശരിക്കും ആ വീഡിയോയിൽ മാനസ തന്നെ ഞെട്ടിയിട്ടിരിക്കുന്നു എന്ന് വെച്ചാൽ ഞാൻ കേക്ക് കട്ട് ചെയ്യാൻ പോയപ്പോഴത്തേക്കും സാറ് കൈ പിടിച്ചിട്ട് ഇങ്ങനെ കേക്ക് ഇങ്ങനെ കത്തി വെച്ച് സ്റ്റാബ് ചെയ്യുന്ന പോലെ. എന്നിട്ട് സാർ തന്നെ പറയുന്നുണ്ട് ദിസ് ഇസ് ദ ഡെൻ സ്റ്റൈൽ എന്ന് വെച്ചാൽ പുള്ളിയുടെ ബിൽഡിങ്ങിന്റെ പേര് RGV ഡെൻ എന്നാ. അപ്പൊ അവിടെ കേക്ക് കട്ട് ചെയ്യുന്നത് ഇങ്ങനെയാ എന്നുള്ള രീതിയിൽ കേട്ടിട്ടുണ്ട്. അതായത് RGV ഒരിക്കൽ ബർത്ത്ഡേക്ക് പറഞ്ഞതാണ്, അതായത് അദ്ദേഹത്തിന്റെ ഒരു ഇതില് ബർത്ത്ഡേ എന്ന് പറയുന്നത് ഡെത്ത് ഡേ ആണ്. അപ്പൊ അത് ആരെങ്കിലും വിഷ് ചെയ്യുന്നതൊന്നും ആൾക്ക് ഒട്ടും താല്പര്യമില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു ഇനിയിപ്പൊ അതുകൊണ്ടായിരിക്കും ഇങ്ങനെ ചെയ്തിട്ടുണ്ടോ, അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിരുന്നോ? ഇല്ല, എന്റെ അടുത്ത് അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ലാന്ന് വെച്ചിട്ട് പറയാത്ത. പക്ഷെ ആ വീഡിയോ ഭയങ്കര വൈറലായിട്ടോ, ഒരുപാട് കമന്റ്സും ഒക്കെ. എനിക്ക് ആ ബി കെയർഫുൾ മാം എപ്പോഴും എനിക്കത് ചിരി വന്നത്. അത് ഞാൻ ആദ്യം മൂവി തുടങ്ങുന്ന സമയത്ത് ഇട്ടപ്പോഴേ ഇങ്ങനെയൊക്കെ യു ആർ ഡൂയിങ് എ ബിഗ് മിസ്റ്റേക്ക് എന്ന് പറഞ്ഞ് ഇഷ്ടംപോലെ കമന്റ്സ്. അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്താ, സോക്സ് ഇട്ട് പോണം എന്നാരോ മലയാളത്തില് മറ്റൊരു ഇഷ്യൂ ഉണ്ടായിരുന്നു. അങ്ങനെ ഇഷ്ടംപോലെ വെറൈറ്റി സാധനങ്ങൾ. RGV തന്നെയാണോ ഡയറക്റ്റ് വിളിക്കുന്നത് ഈ ഫിലിമിലേക്ക്? ആദ്യം പുള്ളിയുടെ ടീമിൽ ഒരു ആളാണ് എനിക്ക് വാട്സാപ്പിൽ മെസ്സേജ് അയക്കുന്നത്. അപ്പോൾ ഇങ്ങനെ RGVയുടെ ടീമിൽ നിന്നാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അയച്ചു. അപ്പൊ ഞാൻ മെസ്സേജ് നോക്കിയിട്ട് ശരി എന്ന് പറഞ്ഞ് ഞാൻ അടച്ചു വെച്ചു. കാരണം ഇങ്ങനെ ഫേക്ക് മെസ്സേജസ് ഒക്കെ ഇഷ്ടം പോലെ വരാറുണ്ടല്ലോ. അത് കഴിഞ്ഞിട്ട് ഫോൺ വിളിച്ചു. അപ്പോൾ ഫോൺ വിളിച്ചിട്ടാണ് ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറയുന്നത്. അപ്പോഴും എനിക്ക് വിശ്വാസമാവുന്നില്ല. എന്നിട്ട് പുള്ളി ഇങ്ങനെ മൂവിയുടെ ബാക്കി ഡീറ്റെയിൽസും ഇങ്ങനെ സീൻസ് ഒക്കെ അയച്ചു തന്നപ്പോഴാണ് എനിക്കിതായത് വിശ്വാസം. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ ഒരു ദിവസം ഇതേപോലെ ഞങ്ങൾ ഷോപ്പിങ്ങിന് ഇറങ്ങാൻ നിൽക്കുക, 4 മണിക്കൊന്നു നോക്കിയപ്പോഴത്തേക്കും ഒരു മെസ്സേജ്. അപ്പം DP-യിൽ ഇങ്ങനെ സാറിന്റെ പടം. അപ്പൊ ഞാൻ ചോദിച്ചു അയ്യോ ആരാന്ന് പറഞ്ഞപ്പോഴത്തേക്ക് പ്ലീസ് കോൾ വെൻ യു ആർ ഫ്രീ -RGV എന്ന് കിട്ടുന്നു. എനിക്ക് ഭയങ്കര ഇതായിരുന്നു. എന്നിട്ട് സാർ ഇങ്ങനെ സംസാരിച്ചു. എന്നിട്ട് പറഞ്ഞു ഓ മൈ ഗോഡ് യു സൗണ്ട് ലൈക്ക് എ വെരി ലിറ്റിൽ കിഡ് എന്നൊക്കെ പറഞ്ഞു. എന്റെ ശബ്ദം ഭയങ്കര, അത് എന്റെ ക്യാരക്ടർ കുറച്ച് മെച്ചുവേർഡായിരുന്നു. എന്നിട്ട് പിന്നെ അവിടെ പോയി കോസ്റ്റ്യൂം ലുക്കൊക്കെ ഈ RGVയുടെ ഒരു സംഭവം ഇപ്പൊ വൈറലായിരുന്നു. അതായത് ആളൊരു മോഡലിനെ അന്വേഷിച്ചിട്ട് ഒരു പോസ്റ്റ് ഒക്കെ ട്വീറ്റ് ചെയ്തിരുന്നതൊക്കെ കണ്ടിരുന്നു. അപ്പൊ ആള് ആ കുട്ടിയുടെ പേര് ആരാധ്യ എന്നായിരുന്നു. അപ്പൊ ഫോട്ടോ ഒക്കെ ആളുടെ സ്റ്റുഡിയോയിലൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു ഓഫീസിൽ. ഇനി അതുപോലെ വെക്കുവോ ഫോട്ടോ ഒക്കെ? അത് അങ്ങനത്തെ ഒരു ജോണറിലുള്ള ഫോട്ടോസ് ആണല്ലോ. അപ്പൊ ഞാൻ ചോദിച്ചു എന്നിട്ട് സാറിന്റെ അടുത്ത്, സാർ എന്താ എന്റെ പടം മാത്രം ഇല്ലാത്ത, എന്റെ മാത്രം എന്താ വെക്കാതെ? എന്നിട്ട് അപ്പൊ ആ സമയം സാർ ശരിക്കും ടോപ്പ് ഫ്ലോർ ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു ഈ സ്ഥലം കൊള്ളാം, എന്റെ ഫോട്ടോ ഇവിടെ വെക്കുമായിരിക്കും എന്തായാലും. അപ്പൊ സാർ പറഞ്ഞു ഇല്ല എന്താ ഇഫ് യു വെയർ ഗ്ലാമറസ് ക്ലോത്ത്സ് ഐ പുട്ട് യുവർ ഫോട്ടോ എന്ന് പറഞ്ഞു. അങ്ങനെയാണല്ലേ? എന്നിട്ട് അപ്പൊ നമ്മുടെ അജ്മലിക്ക ഉണ്ട് കൂടെ. അപ്പൊ തന്നെ എന്റെ അടുത്ത് പറഞ്ഞു സാറിന് മുമ്പിൽ വെച്ച് തന്നെയാ പറയണം, അതൊന്നുമില്ല നീ ബിക്കിനി ഇട്ട് വല്ലതും എങ്ങാനും നിൽക്കുക എന്നാലേ സാറ് വെക്കുള്ളൂ. അപ്പൊ നമ്മളിതിങ്ങനെ കാഷ്വലി പറഞ്ഞ് സാറിനെ കളിയാക്കും, ചിരിക്കും. ആള് പക്ഷെ മൊത്തത്തില് ഫണ്ണിയാണ്, നമ്മൾ കാണുന്ന പോലെയല്ല. സാറ് ഭയങ്കര ഫണ്ണിയാ ശരിക്കും. എന്താ ഇപ്പൊ സീരിയസ് സീൻ എടുക്കുകയാണെങ്കിൽ പോലും അതിലെ ക്യാരക്ടേഴ്സ് ഭയങ്കര സീരിയസ് ആയിട്ടുള്ള സിനാറിയോയിലാണെങ്കിൽ പോലും സാർ അതിനൊരു കോമഡി ആക്കി പറയും. അപ്പൊ പിന്നെ അവിടെ ചെന്ന് നിൽക്കുമ്പോൾ നമുക്ക് ഇത് ആലോചിച്ചിട്ടായിരിക്കും ചിരിക്കരുത് എന്ന് പറഞ്ഞ് നിൽക്കുന്നത്. ഈ മൂവി മാനസ തന്നെയാണോ ഡബ് ചെയ്തതൊക്കെ? അല്ല, ഞാനല്ല ഡബ് ചെയ്തത്. അല്ല, ഓക്കെ. അവിടെ ചെന്നിട്ട് തെലുങ്ക് എന്തെങ്കിലും പഠിച്ചിരുന്നു? തെലുങ്ക് മൂവി അല്ലേ, എന്തെങ്കിലും പഠിച്ചിരുന്നു? തെലുങ്ക് അത്യാവശ്യത്തിന് ഡയലോഗ് പറ, തെലുങ്കിൽ എന്തെങ്കിലും പറ. നാക്കു ടീ കാവാലി, ടീ വേണ്ടി, എനിക്ക് ചായ വേണം. എനിക്ക് തെലുങ്ക് അറിയില്ല, അപ്പൊ ഇത് തെലുങ്കാണോന്ന് എനിക്കറിയില്ല. അവിടെ മമ്മ ഇരുന്ന് ചിരിക്കുന്നുണ്ട് കേട്ടോ. അത്യാവശ്യത്തിന് ചായ. നാക്കു ടീ കാവാലി, എനിക്ക് ചായ വേണം. നാക്കു ടീ കാവാലി, എനിക്ക് ചായ വേണം. പിന്നെ ടീ വേണ്ടി, ടീ തരൂ. ഇത് കാണുന്നവർ ഇതിന്റെ താഴെ കമന്റ് ഇടണം കേട്ടോ, ഇത് തെലുങ്കാണോന്ന്. എനിക്ക് തെലുങ്കൊന്നും അറിയില്ല, മലയാളം തന്നെ നമ്മൾ എങ്ങനെയോ അഡ്ജസ്റ്റ് ചെയ്താ പോകുന്നതെന്നൊക്കെ. ഓക്കെ, വേറെ അത്രയും പോരെ? ഇതിൽ എന്ത് വേണമെങ്കിലും വേണം തരൂ. ഇതിൽ സാധനം മാറ്റിയിട്ടാ മതി. ഫുഡ് കാവാലി, ഫുഡ് വേണ്ടി, ഇതിന് മാറ്റി യൂസ് ചെയ്യും. ഇപ്പൊ തെലുങ്കിൽ ഓൾറെഡി അഭിനയിച്ചു. അപ്പൊ നമ്മുടെ മലയാളം ഇൻഡസ്ട്രി ആണോ കുറച്ചുകൂടെ, തെലുങ്ക് ഇൻഡസ്ട്രി ആണോ, ഏതാ കുറച്ചുകൂടെ കംഫർട്ടബിൾ? ഇത് എല്ലാരും ചോദിക്കുമെങ്കിലും എനിക്കിപ്പോഴും ഇതിനൊരു അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല. കാരണം അത് വേറൊരു സാധനം, ഇത് വേറൊരു സാധനം. ഇപ്പൊ നമുക്ക് നമ്മുടെ സ്വന്തം വീട്ടിലിരിക്കുമ്പോൾ ഉള്ളൊരു സുഖം ഉണ്ടല്ലോ, നമ്മൾ ആ ഫ്രീ ആയിട്ട് ഇപ്പം നമുക്ക് ഇപ്പം ലാംഗ്വേജിൻ്റെ കാര്യമായാലും നമുക്ക് ആൾക്കാരെ അറിയുന്നതായാലും അതിൻ്റെ ഒരു സുഖം എന്ന് പറയുന്ന ഒരു ഭയങ്കര ഫ്രീഡം അല്ലേ, അത് നമുക്ക് മലയാളത്തിലുണ്ട്. പക്ഷെ ഇപ്പം നമുക്ക് അതിൽ നിന്ന് മാറിയുള്ള എക്സ്പീരിയൻസ് എന്നാൽ കുറച്ചും കൂടെ ഒരു ഇപ്പോൾ അവിടെ ഇപ്പം നമ്മൾ സ്റ്റാർ അല്ലെങ്കിൽ പോലും
നമ്മളിപ്പോ ഒരു മൂവി ചെയ്യുകയാണെന്ന് പറഞ്ഞാൽ തന്നെ അവിടെയുള്ള ആൾക്കാർക്കും അതൊക്കെ ഭയങ്കര ഒരു അത്ഭുതമായിരിക്കും. എന്ന് വെച്ചാൽ ഓ നിങ്ങൾ സിനിമയിലുള്ളതാണോ, അത് ആ സിനിമ എന്നുള്ളൊരു ടാഗേ ഉള്ളൂ, അല്ലാതെ നിങ്ങൾ ആരാതോ നിങ്ങൾക്ക് അഭിനയിക്കാൻ അറിയാവുന്ന ഒന്നും പ്രശ്നമല്ല അവർക്ക്. അപ്പൊ അത് വേറൊരു ഫീലിംഗ്. പക്ഷെ മലയാളം എന്ന് പറയുന്നത് എന്നും നമുക്ക് ആ വീട്ടിൽ വന്ന് കയറുമ്പോഴുള്ള സുഖം, പരിചയമുള്ള ആൾക്കാരെ കാണുമ്പോഴുള്ള സുഖം, ഇവിടെയാണ് കുറച്ചുകൂടെ കംഫർട്ടബിൾ. പക്ഷെ വേറെ ലാംഗ്വേജസ് വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ പോകും, ഓഫ് കോഴ്സ്. അങ്ങനെ എനിക്ക് തോന്നുന്നു മാനസയ്ക്ക് കുറച്ചും കൂടിയും ആക്സെപ്റ്റൻസി കിട്ടിയത്, അതുപോലെ ഭയങ്കര സപ്പോർട്ട് കിട്ടിയ ക്യാരക്ടർ ഇരവിപുരം ഡയറീസ് എന്ന് പറഞ്ഞിട്ടുള്ള ഷോർട്ട് ഫിലിമാണ്. ഇപ്പോഴും നമ്മൾ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ മാനസ രാധാകൃഷ്ണൻ എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് സജഷൻ വരിക ഈ ഇരവിപുരം ഡയറീസ്. ശരിക്കും അതിൽ ആ കല്യാണ പെണ്ണ് റോൾ ഉണ്ടല്ലോ, അതൊരു സംഭവമായിരുന്നു കേട്ടോ. അല്ലേ, അവരിങ്ങനെ ഓടി വന്ന് അത് ഒറ്റ സ്ട്രെച്ചിലാണോ ആ ഡയലോഗ്സ് ഒക്കെ പറഞ്ഞത്? പക്ഷെ എൻ്റെ ഇടയിൽ കട്ട്സ് ഉണ്ട്. ഞാൻ ചെയ്തപ്പോൾ അത് എൻ്റെ ബാക്ക് ഷോട്ട് ആയാലും ശരി ഫ്രണ്ട് ഷോട്ട് ആയാലും ശരി അത് വൺ ഗോയിലായിരുന്നു. എങ്ങനെയായിരുന്നു? എനിക്ക് തോന്നുന്നു ഇപ്പോഴും അതിന്റെ താഴത്തെ കമന്റ്സ് എന്താ വെച്ച് കഴിഞ്ഞാല് ഓ കല്യാണപ്പെണ്ണിന്റെ ഡയലോഗ് മാസ് ഡയലോഗ്, മരണ മാസ് ഐറ്റം എന്നൊക്കെ പറഞ്ഞിട്ടാണ്. അത് എങ്ങനെയാ, അത് കഴിഞ്ഞതിന് ശേഷം ആൾക്കാരൊക്കെ എന്താ അതിനെ കുറിച്ച് പറഞ്ഞിരുന്നത്? അതെന്താണെന്നറിയോ, അതൊരു 2017 ഞാൻ കാറ്റ് ചെയ്യുന്ന സമയത്ത്, അതിന് മുന്നേ ചെയ്ത ഒരു ഷോർട്ട് ഫിലിം. പക്ഷെ അപ്പോൾ ഇത് കുറേ നാള് എന്ന് വെച്ചാൽ റീച്ച് ഒന്നും ഇല്ലാതെ ഇങ്ങനെ ഇരുന്നു. ഇടയിൽ എപ്പോഴും ഒരു സമയത്ത് എന്നുവെച്ചാൽ റീസെന്റ് ആണ് അത് ഭയങ്കര ഇങ്ങനെ ഇൻസ്റ്റഗ്രാമിലൊക്കെ വരും. അപ്പൊ എനിക്ക് ഫ്രണ്ട്സ് ഒക്കെ അയച്ചു തരും, ഇതെപ്പോ അതൊക്കെ ചോദിച്ചിട്ട് എനിക്ക് അയച്ചു തരും. അതിനായിട്ട് എന്തെങ്കിലും പ്രിപ്പയർ എന്തെങ്കിലും ചെയ്തിരുന്നത്? കറക്റ്റ് നമ്മള് ശരിക്കും ഉള്ളെന്ന് വന്ന് പറഞ്ഞ പോലത്തെ ഒരു ഫീൽ, നീ ആരാന്നൊക്കെ ചോദിക്കുന്ന സംഭവങ്ങളില്ലേ? എനിക്കറിയില്ല, അത് അതിനു വേണ്ടി അങ്ങനെയൊന്നും ചെയ്തൊന്നുമില്ല. പക്ഷെ അടിപൊളിയായിരുന്നു. ഇപ്പോഴേ നമ്മുടെ സിനിമയിൽ കിട്ടുന്നതിനെക്കാട്ടിലും ഡിഫറെന്റ് റോൾസ് ഷോർട്ട് ഫിലിമിൽ കിട്ടുന്നത് പോലെ തോന്നിയിട്ടുണ്ടോ? എന്ന് വെച്ചാൽ ഇപ്പോൾ സിനിമ എന്ന് പറയുമ്പോൾ അത് വലിയൊരു ക്യാൻവാസ് അല്ലേ. അപ്പോൾ അതിനകത്ത് നമ്മുടെ ഏരിയ ചിലപ്പോൾ അതിലും ഒരു 20 മിനിറ്റ്സോ ഇതൊക്കെ ആയിരിക്കും. ഷോർട്ട് ഫിലിമിലും നമ്മുടെ ഇത് 20 മിനിറ്റ്സോ 30 മിനിറ്റ്സോ അങ്ങനെയൊക്കെ വെച്ചിട്ടായിരിക്കും എനിക്ക്. പിന്നെ ഇപ്പോൾ ഷോർട്ട് ഫിലിംസ് ആകുമ്പോൾ കുറേ കൂടെ എക്സ്പ്ലോർ ചെയ്യാനുള്ള ഒരു ഫ്രീഡം എല്ലാവർക്കും. ഇനി എങ്ങനത്തെ ക്യാരക്ടേഴ്സ് ചെയ്യണം എന്ന കുറച്ചുകൂടെ ആഗ്രഹങ്ങൾ അങ്ങനെയൊന്നും ഉണ്ടായിരിക്കുമല്ലോ? എന്നാലും എനിക്ക് ഇങ്ങനത്തെ ക്യാരക്ടർ ചെയ്താൽ പറയാൻ പാടില്ല. എന്നാലും ഉണ്ടായിരിക്കുമല്ലോ, എനിക്കിപ്പോൾ ഒരു ത്രില്ലർ ക്യാരക്ടർ ചെയ്യണം, അല്ലെങ്കിൽ ഒരു കോമഡി ക്യാരക്ടർ ചെയ്യണം, സീരിയസ് ആയിട്ടുള്ളത് ചെയ്യണം. ഇപ്പോൾ വ്യൂഹത്തിൽ ഒരു സീരിയസ് ക്യാരക്ടർ ആയിരുന്നു. ഇനി ഇപ്പൊ മലയാളത്തിലേക്ക് വരുമ്പോൾ അങ്ങനെ എന്തെങ്കിലും ആഗ്രഹം ഉണ്ടായിരിക്കുമല്ലോ? ആഗ്രഹമുണ്ട്. ഞാനിപ്പോ പൊതുവെ ഇങ്ങനെ ഒരു വിക്ടിം ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ആണല്ലോ ഇങ്ങനെ പാവം. അപ്പം അതിന്റെ ഒരു ഓപ്പോസിറ്റ് സൈഡ് ചെയ്താൽ കൊള്ളാറുണ്ട്. ഇപ്പൊ ഒരു ത്രില്ലർ കണ്ടുപോവാണെങ്കിൽ ഒരിക്കലും ഈ ക്യാരക്ടർ ആയിരിക്കില്ല അത് ചെയ്തത്, പക്ഷെ അറ്റ് ദി എൻഡ് ഓഫ് ദ മൂവി നോക്കുമ്പോൾ ആ ക്യാരക്ടർ ആയിരിക്കും അതിന്റെ പിന്നിൽ, അങ്ങനെയൊക്കെ പറയുന്ന സംഭവങ്ങളില്. അതായത് നമ്മുടെ പേര് പറയുമ്പോൾ പെട്ടെന്ന് ആ ക്യാരക്ടർ ഓർമ്മ വരണം. അല്ല, ഇപ്പൊ ആ സ്റ്റോറി നമ്മൾ കണ്ടുപോകുമ്പോഴായാലും ഇപ്പൊ ഒരു ക്രൈം നടന്നെങ്കിൽ ഒരിക്കലും ആ ക്യാരക്ടർ ആയിരിക്കില്ല, അങ്ങനെ നമ്മൾ ഒരു ഗസ് ഗെയിം നടക്കുമല്ലോ. അങ്ങനത്തെ സാധനം. ഇപ്പൊ ഈ സിനിമയിലേക്കുള്ള ഓരോ ക്യാരക്ടേഴ്സ് വരുമ്പോൾ എങ്ങനെയാ, ഒറ്റയ്ക്കാണോ സെലക്ട് ചെയ്യുക, അതോ അമ്മ ഹെൽപ്പ് ചെയ്യോ, എങ്ങനെയാ? അവരോട് എന്തെങ്കിലും അഭിപ്രായം എന്തെങ്കിലും ഒക്കെ ചോദിക്കാറുണ്ടോ, അതോ സ്വന്തം ഡിസിഷൻ ആണ്? അഭിപ്രായം ഓഫ് കോഴ്സ് നമ്മൾ വീട്ടിലിങ്ങനെ സംസാരിക്കും, ഇങ്ങനെയൊക്കെയാണ്. അതിപ്പോ ആർക്കായാലും ഉണ്ടാവില്ല അങ്ങനെ വീട്ടിലൊരു ഡിസ്കഷൻ, നമ്മളിപ്പോ ഒരു ഒപ്പീനിയൻ എടുക്കല് ഫസ്റ്റ് ലെവലില് ഉണ്ട്. ക്യാരക്ടേഴ്സ് വരുമ്പോൾ എന്താ കൂടുതലും നോക്കാറ്? ഇപ്പോൾ ഒരുപാട് ക്യാരക്ടേഴ്സ് വരുന്നുണ്ടായിരിക്കുമല്ലോ, നമ്മളത് എന്ത് നോക്കിയിട്ട് സെലക്ട് ചെയ്യാറ്? ഇപ്പം എന്നെ പോലത്തെ ന്യൂ കമേഴ്സിന് ഈ പറഞ്ഞ പോലത്തെ ഓപ്ഷൻസ് കുറവാണ്. അപ്പൊ നമ്മള് വരുന്നതിൽ ഏറ്റവും ബെസ്റ്റ് പിക്ക് ചെയ്യും. ആ വരുന്ന ഓപ്ഷൻസിൽ മിക്കവാറും എല്ലാം ചെയ്യേണ്ടിയും വരും, കാരണം അത്ര അധികം ഓപ്ഷൻസ് ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ആദ്യം നോക്കുന്നത് ഡയറക്ടർ, ഹീറോ, പ്രൊഡ്യൂസർ അങ്ങനത്തെ തന്നെയായിരിക്കും നോക്കുക. അങ്ങനെയാണ്. പിന്നെ ഇപ്പം അങ്ങനെ പേരൊന്നും പറയാനില്ല, എൻറ്റയർലി പുതിയൊരു ടീമാണെങ്കിൽ നമ്മൾ ഓഫ് കോഴ്സ് സ്റ്റോറി നമ്മുടെ ക്യാരക്ടർ ആയിരിക്കും നോക്കുക. അപ്പോൾ ഇനി ഞാൻ വേറൊരു സംഭവം, ഒരു സെഗ്മെന്റ് പോലെയാണ്. അതായത് ഞാൻ റാപ്പിഡ് ഫയർ എന്ന് പറഞ്ഞിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. കുറച്ച് സിമ്പിൾ ആയിട്ടുള്ള ഒരു 10 ക്വസ്റ്റ്യൻസ്. സിമ്പിൾ എന്ന് പറയുമ്പോഴാണ് എനിക്ക് പേടി. സിമ്പിൾ ആയിട്ടുള്ള 10 ക്വസ്റ്റ്യൻസ്. അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ നമുക്ക് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെ, ലാലേട്ടനും മമ്മൂക്കയ്ക്കും ഒപ്പം ലീഡിങ് റോള് ഒരേ ടൈമിൽ കിട്ടുന്നു. ഇത് രണ്ടിന്റെ ഷൂട്ടിംഗ് ആരംഭിക്കുന്നതും ഒരേ ടൈമിലാണ്. പക്ഷെ ഇതിൽ ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഏത് സെലക്ട് ചെയ്യും? ഞാൻ എൻ്റെ ക്യാരക്ടർ നോക്കിയിട്ട് എടുക്കും. പക്ഷെ ഏതെങ്കിലും ഒന്ന്, എന്നാലും ഏതെങ്കിലും ഒന്ന്. അയ്യോ, ടഫ് ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ ആൻസർ എനിക്കറിയില്ല. രണ്ടും ലീഡിങ് റോളാണ്, ഏത് അഭിനയിച്ചാലും സെറ്റാന്നൊക്കെ. എനിക്ക് മമ്മൂക്കേനാണ് കൂടുതൽ ഇഷ്ടം. അങ്ങനെയൊന്നുമല്ല, ഞാൻ മമ്മൂക്കേനെയാണ് ഇതുവരെ അങ്ങനെ കണ്ടിട്ടില്ലാത്തതെന്ന് വെച്ചാൽ
ഇങ്ങനെ അമ്മ ഇതുവരെ കണ്ടിട്ടില്ല. അല്ല, അമ്മ മീറ്റിങ്ങിനൊക്കെ പോകുമ്പോൾ ഇങ്ങനെ ഒരു ഗ്ലിംസിൽ അങ്ങനെ ഒരു കാഴ്ച അല്ലാതെ കുറച്ചുകൂടെ എന്താ ഓക്കെ. അപ്പോൾ മമ്മൂക്കേനെ കാണണം, സംസാരിക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. അതെ, മമ്മൂക്ക ഇന്റർവ്യൂ കാണട്ടെ എന്നൊക്കെ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇൻഡസ്ട്രിയിൽ ക്രഷ് തോന്നിയ ഒരു ആക്ടർ, മലയാളം വേണം ബോളിവുഡും വേണം? മലയാളം DQ. DQ. എന്താ റീസൺ? എന്താ? ഡിക്കിന്റെ സ്റ്റൈൽ, ഡിക്കിന്റെ ബോഡി. ഈശ്വരായിരിക്കും അങ്ങനെ ഡിക്കിന്റെ മൊത്തത്തിലുള്ള ഒരു ആംഗ്രി യങ് മെൻ ലുക്ക് നല്ല ഇഷ്ടമാണ്. ഇനി ബോളിവുഡില് ബോളിവുഡിൽ ഇഷ്ടം പോലെ ആക്ടേഴ്സ് ഉണ്ട്. ഏതെങ്കിലും ഒന്ന്? ഇപ്പൊ കറന്റ്ലി രൺബീർ കപൂർ. ഫോർ എ ലോങ് ടൈം പണ്ട് മുതലേ കുറെയൊക്കെ രൺബീർ കപൂർ. അനിമലൊക്കെ കണ്ടിരുന്നു. അങ്ങനെ ക്രഷ് അടിച്ചതാണോ? അങ്ങനെയല്ല, എന്നുവെച്ചാൽ ചെറുതിലേ മുതലേ ചോക്ലേറ്റ് ബോയ് ആയിരുന്നപ്പോഴേ. അതെ അതെ. അപ്പോൾ DQയും രൺബീർ കപൂറും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻസ്റ്റാ പോസ്റ്റിൽ വന്ന കമന്റ്സ് കണ്ടിട്ട് ഏറ്റവും കൂടുതൽ ചിരിച്ചതും അതുപോലെ വിഷമിച്ചതുമായിട്ടുള്ള ഒന്ന്? ഈ പറഞ്ഞ പോലെ RGV സാറിന്റെ കൂടെയുള്ള പോസ്റ്റുകൾ തന്നെയാണ്. എന്ന് വെച്ചാൽ ചിലതൊക്കെ കാണുമ്പോൾ ഭയങ്കര ചിരി വരും. ഇവരിങ്ങനെയൊക്കെ അങ്ങനെ ഓർത്ത് വെക്കണ കമന്റ്സ് ഉണ്ടാവില്ലേ? ഈ പറഞ്ഞ മറ്റേ സോക്സ് ഇട്ട് പോണം ഭയങ്കര ക്രിയേറ്റീവ് ആയിട്ട് എനിക്ക് തോന്നി. അങ്ങനെയൊക്കെ അത് ചിരിച്ചത്. ഇനി വിഷമം തോന്നിയത്? വിഷമിച്ചതും അങ്ങനെ തന്നെ. എന്താ ഇങ്ങനെ ദിസ് മാൻ ഇസ് നോട്ട് ഗുഡ്, വാട്ട് ആർ യു ഡൂയിങ്, അങ്ങനെയൊക്കെ പറഞ്ഞൊക്കെ ഓരോന്നൊക്കെ പറയുമ്പോൾ എനിക്ക് തോന്നുന്നു മാനസയ്ക്കാണ് ശരിക്കും പറഞ്ഞാൽ അധികം നെഗറ്റീവ് കമന്റ്സ് വരാത്തതെന്ന്. ഞാൻ പോസ്റ്റ് ഒക്കെ എടുത്ത് നോക്കിയിരുന്നു ഇൻസ്റ്റയില്. അതല്ല, സാധാരണ നമ്മൾ ഇപ്പോഴത്തെ ഒരു രീതിയിൽ വെച്ച് നോക്കുമ്പോൾ ആക്ട്രസ് ആയാലും ഇനിയിപ്പോൾ ആക്ടർ ആയാലും നമ്മൾ ഒരുപാട് നെഗറ്റീവ് കമന്റ്സ് വരുന്ന ഒരു ടൈമാണ്. കുറെ ആൾക്കാർ അതിനെ മൈൻഡ് ചെയ്യും, കുറെ ആൾക്കാർ അതിനെ ഇപ്പം ആരും മൈൻഡ് ചെയ്യുന്നില്ലെന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ എനിക്ക് കുറവാന്ന് തോന്നുന്നുണ്ട്. പിന്നെ ഇപ്പം ഞാൻ വിചാരിക്കുന്ന വെച്ചാൽ അവരിപ്പം യു ലുക്ക് സോ ബ്യൂട്ടിഫുൾ എന്നൊക്കെ പറഞ്ഞ്, അല്ലെങ്കിൽ യു ലുക്ക് സോ പ്രിറ്റി എന്നൊക്കെ പറഞ്ഞ് ഇടുമ്പോൾ നമ്മൾ സന്തോഷിക്കുന്ന പോലെ തന്നെ അവർക്ക് നെഗറ്റീവ്സും പറയാനുള്ള ഓപ്ഷനും ഉണ്ട്. അതെ, പക്ഷെ ഇപ്പോ എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ നെഗറ്റീവ് കമന്റ്സ് ഭയങ്കരമായിട്ട് കൂടുന്നുണ്ട്. അതായത് ഇപ്പൊ ഒരു സൈബർ അറ്റാക്കിംഗ് എന്നൊക്കെ പറയില്ലേ, ആ ഒരു രീതിയിലേക്ക് കാണാം. അപ്പൊ അത് എപ്പോഴെങ്കിലും അത് കൺട്രോൾ ചെയ്യണം എന്ന് തോന്നിയിട്ടുണ്ടോ? അതായത് മാനസയുടെ കാര്യത്തിലല്ല, അല്ലാണ്ട് ബാക്കിയുള്ളവരുടെ കാര്യത്തിലാണെങ്കിൽ അങ്ങനെ എന്തെങ്കിലും കൺട്രോൾ ചെയ്യണം? ഓഫ് കോഴ്സ് അത് കൺട്രോൾ ചെയ്യേണ്ട കാര്യം തന്നെ. പക്ഷെ ഇപ്പൊ എന്താണെന്ന് വെച്ചാൽ അത് ഓരോരുത്തരും ഇനിഷ്യേറ്റീവ് എടുത്ത് ഞാൻ ഇങ്ങനത്തെ ഒരു കാര്യം ഒരു പബ്ലിക് സ്പേസിൽ പറയില്ല എന്ന് തീരുമാനിച്ചാലല്ലേ നമുക്കത് പറ്റുള്ളൂ. ഇപ്പോൾ അല്ലാതെ ഇപ്പോൾ ചുമ്മാ ആൾക്കാർ അവരുടെ സന്തോഷത്തിന് ഓരോന്ന് പോസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ വെച്ചാൽ സെലിബ്രിറ്റീസോ ആക്ടേഴ്സോ ഒന്നുമല്ല, വെറുതെ പോസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ വെറുതെ വീട്ടിലിരുന്ന് ഡിസ്കസ് ചെയ്യുമല്ലോ, ഇവർക്ക് വേറെ പണിയില്ല ഇവിടെ പോയിട്ട് ഇങ്ങനത്തെ ഫോട്ടോ ഒക്കെ ഇടാം. അവർക്ക് പോയി ഇഷ്ടപ്പെട്ട ഒരു ഹാപ്പി മൊമെന്റ് അവർ പോസ്റ്റ് ചെയ്തു. അതിലിപ്പോൾ നമ്മൾ ഇത്രയും ഒരു കമന്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പം ചിലവർ ആ ഫ്രീഡം ക്രോസ് ചെയ്ത് അത് വീട്ടിൽ പറയുന്നതിനെ മാറ്റി നേരെ അവരുടെ ഫോട്ടോയുടെ താഴെ തന്നെ അത് ഇടാനുള്ളൊരു ഗട്ട്സ് ഡെവലപ്പ് ചെയ്തു തന്നു. അപ്പൊ അതിനെ കൺട്രോൾ ചെയ്യാൻ വേണം. ആരെങ്കിലും ഇങ്ങനെ ഇൻസ്റ്റയിൽ ഇപ്പൊ എന്തായാലും കുറെ ഫാൻസ് ഒക്കെ ഉണ്ടല്ലോ, അപ്പൊ ഇൻസ്റ്റയിൽ ഇങ്ങനെ എന്തെങ്കിലും മെസ്സേജ് ഒക്കെ അയക്കാറുണ്ടോ? അതായത് നമുക്ക് ഒട്ടും സഹിക്കാൻ പറ്റാത്ത, അതിപ്പോ അറിയാലോ എങ്ങനത്തെ ടൈപ്പ് ഓഫ് മെസ്സേജസ്. മാനസ് തന്നെയാണോ സോഷ്യൽ മീഡിയ ഒക്കെ ഹാൻഡിൽ ചെയ്യുന്നത്? വേറൊരു ആളുണ്ട്, എന്റെ അക്കൗണ്ടൊക്കെ ഞാൻ തന്നെ. അപ്പം പണ്ടൊക്കെ ആണെങ്കിൽ ഇതൊക്കെ കാണുമ്പോഴത്തേക്ക് ഭയങ്കര ഇവരെന്താ ഇങ്ങനെ കഴിക്കുന്നത്. ഇപ്പൊ പിന്നെ ഒരു പേരും അഡ്രസ്സും ഇല്ലാത്തത് ആർക്കും എന്തോ അയക്കാം. നോക്കിക്കഴിഞ്ഞാൽ 2 followers 3 followers, അല്ലെങ്കിൽ DP ഉണ്ടാവില്ല, DPയിൽ വല്ല മരവും ചെടിയും ഒക്കെ, അങ്ങനെ വെച്ചിട്ട് ആർക്കും എന്ത്. ഇപ്പൊ തന്നെ സെലിബ്രിറ്റീസ് ആണെങ്കിൽ പോലും ഒരു മെജോറിറ്റി ആൾക്കാർ ഇപ്പോ പോസ്റ്റിന്റെ കമന്റ്സ് ഓഫ് ആക്കി ഇട്ടു തുടങ്ങി. അത് നമ്മള് അതായത് സഹിക്കുന്നതിന് ഒരു പരിധി ഉണ്ട് എന്നൊക്കെ പറഞ്ഞ പോലെ അങ്ങനെ ആയിട്ടുണ്ട്. അപ്പൊ എന്തായാലും കൺട്രോൾ ചെയ്യണം. ഓക്കെ, അപ്പൊ ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മേക്കപ്പ് ഇടാതെ ഒരു ഫംഗ്ഷന് വിളിച്ചാൽ പോവും? മേക്കപ്പ് അധികം ഒന്നും അങ്ങനെ യൂസ് ചെയ്തിട്ടൊന്നുമില്ല. മേക്കപ്പ് ഇടാൻ ഇഷ്ടമാണോ? എനിക്ക് ഇടാൻ ഇഷ്ടമാണ്, പക്ഷെ പിന്നെ എനിക്ക് ഫോട്ടോയ്ക്ക് നിൽക്കുമ്പോൾ അത് വേറെ ആയിട്ട് വരും. അങ്ങനെ ഞാനത് എനിക്ക് തോന്നുന്നു എന്റെ മുഖത്തിന് അങ്ങനെ ഭയങ്കര ഡിഫൈൻഡ് ആയിട്ട് മേക്കപ്പ് ഒന്നും ചേരാത്ത മേക്കപ്പിന്റെ ആവശ്യമില്ല സത്യം പറഞ്ഞാല്. എന്നാലും നമ്മൾ ഈ സ്റ്റേജ് ഷോസും അങ്ങനെ എന്തെങ്കിലും ഒക്കെ വരുമ്പോ എന്തായാലും മേക്കപ്പ് എന്തായാലും അവര് ഡിമാൻഡ് ചെയ്യുമല്ലോ. കുറച്ച് ലൗഡ് ആയിട്ടുള്ള മേക്കപ്പ് വേണമെന്ന് തോന്നുന്നു. അല്ലാതെ ഇപ്പൊ നമ്മളിപ്പോ ഇരുന്ന് ഈ സംസാരിക്കുന്നതിനോ അല്ലെങ്കിൽ ഫംഗ്ഷനിലൊന്നും അങ്ങനെ താല്പര്യമില്ല, അധികം താല്പര്യമില്ല. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മലയാള സിനിമ നടിമാരിൽ ഏറ്റവും കൂടുതൽ ഫാഷൻ സെൻസ് ഉള്ളത് ആർക്കാ? മലയാള സിനിമയിൽ ആരെ വേണമെങ്കിലും പറയാം. അതായത് ഇന്ന ടൈം പീരീഡ് ഒന്നൊന്നുമില്ല, ഇപ്പോൾ ഇതുവരെയുള്ള ഫാഷൻ സെൻസ് എന്ന് പറയുമ്പോൾ
അങ്ങനെ ഒന്നെങ്കിൽ ഫാഷൻ സെൻസ് പറയാം, അല്ലെങ്കിൽ മാനസിക കണ്ടിട്ട് ഇവർ കൊള്ളാം, അടിപൊളി, അങ്ങനെ തോന്നുമല്ലോ. നമുക്കിപ്പോൾ പുറത്തുനിന്ന് ഒരാളെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തോന്നും ഇവരുടെ ഡ്രസ്സിങ് സെൻസ് കൊള്ളാം, അല്ലെങ്കിൽ മേക്കപ്പ് കൊള്ളാം, ഹെയർ സ്റ്റൈൽ കൊള്ളാം, അങ്ങനെ ഒക്കെ തോന്നിയ ഒരാളുണ്ടായിരിക്കുമല്ലോ. എനിക്കിത് ഫാഷൻ ആണോന്ന് തന്നെ അറിയില്ല, പക്ഷെ എനിക്ക് തോന്നുന്നു ഇപ്പം ശോഭന മാം അവരുടെ ഓരോ ഫംഗ്ഷനും അതിനെ ഇട്ട് നിൽക്കുമ്പോഴത്തേക്ക് എന്തും പോവും ആ ബോഡിയിലും ആ മുഖത്തിലും. എന്ന് വെച്ചാൽ ഇപ്പൊ ചേരാത്തൊരു ഫാഷൻ ഒന്നുമില്ല, അവരിടുന്ന എന്തും ഫാഷനാ. എന്നുവെച്ചാൽ അത്രയ്ക്കുള്ള ആ ഒരു ആറ്റിറ്റ്യൂഡും അതെല്ലാം ഭയങ്കര കറക്റ്റ് അല്ലേ, എന്തും ക്യാരി ചെയ്യും അവരുടെ. ഭയങ്കര ഭംഗിയെ കാണാൻ. അങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടോ? നോക്കലുണ്ട്. അല്ല, ഇപ്പോൾ ഞാനാണെങ്കിൽ പോലും എനിക്കിഷ്ടമുള്ള, പണ്ട് ചെറുപ്പത്തിലൊക്കെ ഇഷ്ടമുള്ള ആക്ട്രസൊക്കെ ആണെങ്കിൽ അതേപോലെ സാരിയൊക്കെ എടുത്ത്, അതുപോലെ ആവില്ലെങ്കിലും ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കും, കണ്ണാടിയുടെ മുമ്പിലൊക്കെ നിന്നിട്ട്, അങ്ങനെയൊക്കെ നോക്കിയിട്ടുണ്ട്. പിന്നെ ഞാനും എൻ്റെ കസിനും ചെറുതില് ഞങ്ങൾ എല്ലാ ദിവസവും വെക്കേഷന് വൈകിട്ടാകുമ്പം ഉള്ള ദുപ്പട്ടകളെല്ലാം എടുത്തോണ്ട് ഇറങ്ങും ഞങ്ങൾ വൈകിട്ട്. എൻ്റെ അമ്മ എന്നിട്ട് ഞങ്ങൾ ഡ്രസ്സപ്പ് എന്നാണ് ഞങ്ങളുടെ ആ ഗെയിമിന്റെ പേര്. ഞങ്ങളിങ്ങനെ ഡ്രസ്സ് ഇടും, എന്നിട്ട് വലിയ ഐഷാഡോ ഒക്കെ. അന്ന് ആ സമയം എന്ന് വെച്ചാൽ ഇപ്പൊ നയൻതാരയൊക്കെ ഇങ്ങനെ 2 കളർ ഐഷാഡോ ഒക്കെ ഇടുന്ന സമയം. അപ്പൊ ഞങ്ങള് 2 കളർ ഐഷാഡോ, ഒരു 10,000 ക്ലിപ്പ്, അങ്ങനെയൊക്കെ ഞങ്ങള് ഡ്രസ്സപ്പ് ആയിരുന്നു ഞങ്ങളുടെ മെയിൻ. ഓരോന്നായിട്ട് ഡ്രസ്സപ്പ് ചെയ്യുക. അപ്പൊ ഒരു സാരി ഉടുക്കാനുള്ള വലിപ്പമില്ല, ദുപ്പട്ടയിൽ ഒതുങ്ങാനുള്ള ബോഡിയുള്ളൂ, അതില് ഞങ്ങൾ എന്തൊക്കെ ചെയ്യാറുണ്ട്. അപ്പൊ ഇപ്പൊ ഞങ്ങൾ എന്നിട്ട് ഈ ഇടയ്ക്കും പറയുമോ അതൊക്കെ നല്ല രസമായിരുന്നു, ഇപ്പൊ അത് മിസ് ചെയ്യുന്നുണ്ടെന്ന് വെച്ചാൽ ഇപ്പൊ അത്രയും കോമാളിയേഷൻ കെട്ടാനുള്ള ധൈര്യം ഇല്ല. അന്നാണെങ്കിൽ കാണുന്ന എന്താണോ, ഇന്നാവുമ്പോ എല്ലാരും ശ്രദ്ധിക്കും, അന്ന് പിന്നെ അധികം ഇന്ന് ഓൾറെഡി സെലിബ്രേറ്റ് ആയിരുന്നൊക്കെ. അല്ല, ഇപ്പൊ ശോഭന മാമിനെ ഇഷ്ടമാന്ന് പറഞ്ഞു, അപ്പൊ നമ്മൾ അഭിനയിക്കുന്ന സമയത്ത് ഇങ്ങനെ ഇപ്പൊ ഇഷ്ടമുള്ള ആക്ട്രസിന്റെ അങ്ങനെ എന്തെങ്കിലും നമ്മള് ഇൻസ്പിറേഷൻ പോലെ എടുക്കാറുണ്ടോ? നമ്മളിപ്പോ ക്യാരക്ടർ അറിയുമ്പോൾ നമ്മൾ റെഫറൻസിനും കുറെ നോക്കുമല്ലോ. പക്ഷെ ഇപ്പൊ എല്ലാ ഡയറക്ടേഴ്സും പറയുന്നത് നിങ്ങൾ അങ്ങനെ മൂവി റെഫറൻസ് നോക്കരുത്, കാരണം അതൊരു ഇമിറ്റേഷൻ പോലെ ആയിപ്പോവും. അല്ലാതെ റിയൽ ലൈഫിൽ നിന്ന് എന്തെങ്കിലും ഇപ്പൊ എന്താ ഈ ഡോക്യുമെന്ററീസ് പോലെയോ അല്ലെങ്കിൽ ഇപ്പൊ ന്യൂസ് വീഡിയോസ് പോലത്തെയോ അങ്ങനത്തെ നോക്കാം. പക്ഷെ എന്നാലും അതൊരു ടെംപ്ടേഷൻ ആണ്, ഇവർ ആ ക്യാരക്ടർ ചെയ്തപ്പോ എങ്ങനെ ചെയ്ത, ഇപ്പൊ മറ്റേവർ ആൻസർ എഴുതിയപ്പോ എങ്ങനെ എഴുതിയെന്നൊക്കെ അറിയാനുള്ള ഒരു ടെംപ്ടേഷൻ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അമ്മയ്ക്ക് ഇഷ്ടപ്പെടാതെ ചെയ്ത ഒരു കാര്യം, പക്ഷെ അമ്മ അത് ഇപ്പൊ കേട്ടാലും ദേഷ്യപ്പെടും. അമ്മ അവിടെ ഇരുന്ന് ചിരിക്കുന്ന കേട്ടോ. മമ്മ ചിരിക്കും, കാരണം ഞാൻ അങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടില്ല. അല്ല, ഉറപ്പാ, എനിക്ക് വിശ്വാസക്കുറവുണ്ട്, അങ്ങനെ ചെയ്തിട്ടുണ്ടായിരിക്കും. ഒന്നും ചെയ്തിട്ടില്ല. ഇല്ല, ഒന്നെങ്കിൽ എങ്ങനെയെങ്കിലും എല്ലാം അമ്മോട് അഭിപ്രായം ചോദിച്ചിട്ടാണ് ചെയ്യുക. അങ്ങനെയാണ്. എന്നാ അമ്മോട് പറയാണ്ട് ചെയ്ത എന്തെങ്കിലും കാര്യം? അപ്പൊ ഇത് ഇപ്പൊ ചോദിച്ചാ അമ്മ പറയും അതിന് അവൾക്ക് ഇഷ്ടമുള്ള കാര്യം മാത്രമേ ഞാൻ ചെയ്യാൻ പറയാറുള്ളൂ. ശരിക്കും അമ്മ കൂടി ഇവിടെ വേണമായിരുന്നു ചോദിക്കണമെങ്കിൽ അല്ലേ. അപ്പൊ എന്താ പറയാ, അമ്മോട് പറയാതെ ചെയ്ത എന്തെങ്കിലും കാര്യമുണ്ടോ? അമ്മ പറയാതെ എങ്ങോട്ടെങ്കിലും പുറത്തു പോയതോ അങ്ങനെ എന്തെങ്കിലും? ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ അങ്ങനെ പുറത്തു പോവാറേ ഇല്ല. അമ്മ നിർബന്ധിച്ചാണ്, എടാ മറ്റേ അവരൊക്കെ നല്ല ഫ്രണ്ട്സ് അല്ലേ, നീയൊക്കെ പോകണ്ടേ, അവരുടെ ഫംഗ്ഷനൊക്കെ പോകണ്ടേ, അങ്ങനെയൊക്കെ. ഞാൻ ഭയങ്കര മറ്റേ ഈ ഒരു ടേർട്ടില് പോലെ ഇങ്ങനെ വീട്ടിലിരിക്കുന്ന എല്ലാം അമ്മോട് ചോദിച്ചിട്ട്, അമ്മോട് ചോദിച്ചിട്ട് ചോദിക്കലല്ല, അതിങ്ങനെ നമ്മൾ പറയും, ഡിസ്കസ് ചെയ്യും. ഇപ്പൊ ചെറുപ്പം തൊട്ടാണെങ്കിൽ അമ്മ എന്ത് ചെയ്യുമ്പോഴാണ് കൂടുതൽ ദേഷ്യപ്പെടുക? മമ്മയോ? മമ്മയ്ക്ക് എന്റെ മമ്മ ഭയങ്കര സ്വീറ്റാണ്, ചീത്ത പറയാറില്ല, അതല്ലേ ഉദ്ദേശിച്ചത്. മമ്മയ്ക്ക് ഒരേ ഒരു കാര്യമുള്ളൂ, ഞാൻ ചിലപ്പോ ഇപ്പൊ വീട്ടിലാണെങ്കിൽ ഇപ്പൊ നമ്മുടെ ക്ലോസ് ആയിട്ടുള്ള ഞാൻ പുറത്തു പോയാൽ ഞാൻ ഭയങ്കര പാവാണ്, പക്ഷെ വീട്ടില് ഞാൻ ഇപ്പൊ എന്നെ കളിയാക്കി എല്ലാരും വീട്ടിലെ ഗുണ്ടാന്ന് വിളിക്കും. ചിലപ്പോൾ ഞാൻ കുറച്ച് ഔട്ട് സ്പോക്കൺ ആയിട്ട് എന്തെങ്കിലും പറഞ്ഞു കളയും. അത് ഞാൻ പറയേണ്ട ഒരു ആവശ്യമില്ലാത്ത കാര്യമായിരിക്കും. അപ്പൊ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ മമ്മിക്ക് ഭയങ്കര വിഷമാവും. ഓക്കെ, അപ്പൊ ഗുണ്ടബിനു അവർക്ക് പുതിയ പേര് കിട്ടി, ഇനിയിപ്പൊ അങ്ങനെയായിരിക്കും ട്രോള് വരാട്ടോ ചിലപ്പോ, ഗുണ്ടബിനു. എന്നെ ആരും എന്നെ കളിയാക്കി എന്നുവെച്ചാൽ ഇതേപോലെ അങ്കിൾ എന്തോ ആണ് കളിയാക്കി അങ്ങനെ വെച്ചാൽ ഇത് എന്നുവെച്ചാൽ പുറത്ത് പോയിട്ട് ഇത് പറയുന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അയ്യോ എനിക്ക് പറയാൻ പറ്റില്ല എന്ന് പറയും. പക്ഷെ വീട്ടിലാണെങ്കിൽ ഞാൻ ചുമ്മാ പറയും, അപ്പൊ എന്നെ വീട്ടിലെ ഗുണ്ട എന്ന് പേരിട്ടു. ഓക്കെ,